ഹലോ ഫ്രണ്ട്സ്, ജപ്പാനിലെ പ്രശസ്തമായ സുഷി റെസ്റ്റോറൻ്റായ ഹമ സുഷിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സുഷി റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത ഇത് കൺവെയർ ബെൽറ്റിലാണ് ഫുഡ് സെർവ് ചെയ്യുന്നതെന്നാണ്. ഈ കാണുന്ന മെഷീനിൽ നമ്മൾ എത്ര പേരുണ്ടെന്നും നമ്മൾ ഏത് തരം സീറ്റിംഗ് ആണ് താല്പര്യപ്പെടുന്നതെന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സീറ്റിൻ്റെ നമ്പർ ഉള്ള ഒരു ടിക്കറ്റ് നമുക്ക് കിട്ടും. ആ ടിക്കറ്റുമായി നമ്മുടെ സീറ്റിനടുത്തേക്ക് പോവുക. ഈ ടേബിളിന് മുകളിൽ കാണുന്ന ടാബിലാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത്. ഓർഡർ ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ടാബിൻ്റെ വലതുവശത്തായി ഏതെല്ലാം ഫുഡുകളാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്നും അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാറ്റസ് എന്താണെന്നും കാണിക്കുന്നതാണ്. ഇനി നമ്മുടെ ഫുഡ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മ്യൂസിക് വരികയും തൊട്ട് മുകളിലുള്ള കൺവെയർ ബെൽറ്റിലൂടെ നമ്മുടെ ഫുഡ് അവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഫുഡാണ്. അത് നമ്മുടെ കൺവെയർ ബെൽറ്റ് വഴി അവർ സെർവ് ചെയ്തു. നമ്മുടെ മുന്നിലൂടെ കൺവെയർ ബെൽറ്റ് വഴി ഒരുപാട് ഫുഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നത് പല കൗണ്ടറുകളിലേക്കായിട്ടാണ് അത് പോകുന്നത്. ടേബിളിന് മുകളിലായി ഫോർക്കും ഗ്രീൻ ടീ ഉണ്ടാക്കാനുള്ള പൊടിയും മറ്റു സോസുകളും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡ് ഐറ്റങ്ങളും കൺവെയർ ബെൽറ്റ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിവിധ ഇനം സുഷികൾ, ഫ്രൈഡ് ചിക്കൻ, ചിക്കൻ കാട്ട്ലേജ്, അതുപോലെ ലോട്ടസ് റൂട്ട് ഫ്രൈ, ഇങ്ങനെയുള്ള വിവിധ വെറൈറ്റി ഐറ്റങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നാളെ പുലർച്ചെ ജപ്പാനിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടാവും എന്നുള്ള ഒരു മാങ്ക ആർട്ടിസ്റ്റിൻ്റെ പ്രവചനം കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. എന്തായാലും ഇന്ന് നന്നായി ഭക്ഷണം കഴിച്ചൊന്ന് കിടന്നുറങ്ങാമെന്ന് കരുതിയാണ് ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇനി കഴിക്കാൻ തുടങ്ങുകയാണ്. ഇതിനെല്ലാം ശേഷം ജപ്പാനിലെ പ്രശസ്തമായ ബാമുക്കുഹൻ ബുർലെ എന്ന ഒരു മധുര പലഹാരം കൂടി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം അവസാനിപ്പിച്ചത്. മാങ്ക ആർട്ടിസ്റ്റിൻ്റെ വാക്കുകൾ സത്യമായില്ലെങ്കിൽ പുതിയ വീഡിയോയുമായി നമുക്കിനിയും കാണാം.